പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ പ്രഭാതം വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന നല്ല അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹോപ്പ്ഫുൾ മിനിസ്റ്ററുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. യേശുവേ, ഒരു വാക്കുമതി എൻ്റെ ജീവിതം മാറിടുവാൻ. നിൻ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾ കൈവാഞ്ചിക്കുന്നേ. യേശുവേ, ഒരു വാക്കുമതി എൻ ജീവിതം മാറിടുവാൻ. നിൻ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾ കൈവാഞ്ചിക്കുന്നേ. മരിച്ചവരെ ഉയർപ്പിച്ചതാ, രോഗികളെ വിടുവിച്ചതാ, കൊടും കാറ്റിനെ അടക്കിയതാ. നിന്റെ ഒരു വാക്കുമതി എനിക്ക്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ആര് കിടക്കുന്നതാണ്? 38 വർഷമായി ഹല്ലേലൂയ ബെഥെസ്ദാ കുളക്കരയിൽ സൗഖ്യത്തിന് വേണ്ടി കാത്തു കിടന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നത്. ഹല്ലേലൂയ. ഈ കുളം എന്ന് പറഞ്ഞാൽ ബെഥെസ്ദാ കുളം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അതാത് സമയങ്ങളിൽ ദൂതൻ വന്ന് കുളം കലക്കും. ആ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഇപ്രകാരമുള്ള ഒരു കുളത്തിൻ്റെ കരയിൽ 38 വർഷമായി ഈ സൗഖ്യത്തിന് വേണ്ടി കാത്തു കിടന്ന ഒരു വ്യക്തിയുടെ ആ സമീപത്തേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കടന്നു ചെല്ലുകയും അവൻ്റെ ആവശ്യം, അവൻ്റെ ഹൃദയത്തിൻ്റെ ഹല്ലേലൂയ വേദന അറിഞ്ഞ് കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യമായുള്ള ചിന്ത ഹല്ലേലൂയ. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പലരെയും കാണുമ്പോൾ കണ്ടില്ല എന്ന് നടിച്ച് കടന്നു പോകുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ നടന്നു പോകുന്ന വഴിയിൽ ഹല്ലേലൂയ കണ്ട മനുഷ്യൻ്റെ മുമ്പിൽ ഹല്ലേലൂയ അവൻ നിന്ന് അവനോട് അവൻ്റെ ആവശ്യം അറിഞ്ഞ് അവനോട് ചോദിക്കുക മാത്രമല്ല അവൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന നമുക്കിവിടെ കാണുവാൻ തക്കണം സാധിക്കുന്നു. രോഗി അവനോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? യജമാനെ, വെള്ളം കലക്കുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ യേശു അവനോട് എന്താ പറഞ്ഞത്? ഹല്ലേലൂയ, നിൻ്റെ കിടക്ക എടുത്ത് ഹല്ലേലൂയ നീ എഴുന്നേറ്റ് നടക്ക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര സ്നേഹവാനായ, എത്രമാത്രം കരുതുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ആ ഒറ്റ വാക്കിൽ ആ മനുഷ്യൻ തൻ്റെ കിടക്കയെടുത്ത് നടക്കുവാൻ തക്കണം ഇടയായി, അവന് സൗഖ്യം ലഭിക്കുവാനിടയായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനത്താൽ ദൈവമായ കർത്താവ് നിങ്ങളെവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.